അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ഉത്സവപ്പറമ്പിലും ബീച്ചിലൊക്കെ കാണുന്ന നമ്മുടെ മസാല കടലയല്ലേ, അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇന്ന് നമ്മൾ മസാല കടലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മസാല കടല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 തക്കാളി, 2 പച്ചമുളക്, പിന്നെ കുറച്ചധികം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ നീരും ആവശ്യമായിട്ടുണ്ട്. വെള്ള കടലയാണ് 5 മണിക്കൂർ കുതിർത്തെടുക്കണം. വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണം. അതിനുശേഷം കുക്കറിലിട്ട് ഒരു 5 വിസിൽ അടുപ്പിച്ചതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉത്സവപ്പറമ്പിൽ നിന്നും ബീച്ചിൽ നിന്നുമൊക്കെ ധാരാളമായിട്ട് മസാല കടല കഴിച്ചവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേവ് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക കടല. അപ്പോൾ ഞാൻ ഈ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അവിയലിനും തോരനൊക്കെ അരയ്ക്കുന്നത് നമ്മൾ ചെറിയ ജീരകമല്ലേ, അതാണ്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ചെറിയ ജീരകം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടല വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒരുപാടങ്ങ് വെന്തുടയേണ്ട, കുറച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മറ്റ് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ക്യാബേജ് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ. ഇനി നമുക്കിതിൽ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കുരുമുളക് പൊടിയും ഞാൻ പിന്നെ ഒരു നുള്ള കായപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കായപ്പൊടി കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കായപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു കുഞ്ഞ് സ്പൂണാണ്. ഇതിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്തത്. ഒരുപാടായി പോയാൽ അതിൻ്റെ കായപ്പൊടിയുടെ സ്മെല്ലായിരിക്കും. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളമാണ് കേട്ടോ. ഈ കുഞ്ഞ് സ്പൂണിനാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കറിവേപ്പില എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. നാരങ്ങയുടെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളിപ്പിനൊക്കെ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഉത്സവപ്പറമ്പിലും ബീച്ചിലൊക്കെ കിട്ടുന്ന നല്ല മസാല കടല റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബീച്ചിലും ഉത്സവപ്പറമ്പിലും ഒക്കെ കിട്ടുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മസാല കടല ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ കമൻറ്റ് ആയാലും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.